നമുക്ക് ഈ ഒരു രോഗത്തെ പറ്റി അറിയാത്ത ധാരാളം മാതാപിതാക്കളും ടീച്ചേഴ്സും അടക്കമുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സ്കൂൾ കുട്ടികളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് കണ്ടെത്തി ആദ്യമേ തന്നെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സ്ക്രീനിങ് സംഘടിപ്പിക്കുകയാണ്. അതിന് ലേക്ഷോറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ആശംസകൾ, അഭിനന്ദനങ്ങൾ ഒക്കെ അർപ്പിക്കുന്നു. സ്കോളിയോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നട്ടലിനുണ്ടാകുന്ന ഒരു അസ്വാഭാവികമായ വളവാണ്. അതായത് നമ്മൾ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു അറ്റൻഷൻ പൊസിഷനിൽ നേരെ നിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് സ്ട്രെയിറ്റ് ആയിരിക്കും, നമ്മുടെ ഷോൾഡർ രണ്ടും ഈക്വൽ ആയിരിക്കും, നമ്മുടെ ഹിപ്പ് സ്ട്രെയിറ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ ഒരു ആകാര വഴികൾ. 100 കുട്ടികളെടുത്താൽ 2 മുതൽ 4 കുട്ടികൾ വരെ നട്ടല് വളയാം. രക്ഷിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു പ്രശ്നം കുട്ടികളിൽ ഉണ്ടെന്നുള്ളത്.